എന്താ ഭാസ്കര? മഹാരാജ രത്തൻ സിംഗ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. എവിടെയാണ് ക്യാമ്പ്? ഗജരാജിന്റെ ഗസ്റ്റ് ഹൗസിൽ. നമുക്ക് അങ്ങോട്ട് കടക്കാൻ സാധ്യമല്ല. മഹാരാജാവിന് ഇന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ. നമ്മുടെ അവസാനത്തെ ചാൻസ് ആണിത്. ഇത് പാഴാക്കിയാൽ രത്നം പോയത് തന്നെ. Hello, nice to meet you. Thank you. Please be seated. Thank you. Nataraj? I have never seen such a flawless stone. Really worth 2 crores. Who is this man? Oh, I'm sorry to introduce you. Meet Mr. Bhaskar Rao, our best friend. Acha? Very glad to meet you. Cheers for the happy married life of your daughter. Thank you, my dear friend. Especially for the diamond. It's a marvelous one. अरे क्या करती है तुम? പുതിയ കളി, एक नया खेल. अच्छा? അച്ഛനല്ല, അമ്മ. क्या बोला? നിന്റെ അമ്മയുടെ 16. मतलब? അഭി ശുരു കിയാ ഖേൽ. ഞാൻ പറഞ്ഞില്ലേ ആ പുതിയ കളി. ഒന്ന് മോന് ഉറങ്ങിക്കോ. സോ ജാओ मेरी लाडली. Good night. Sweet dreams. No, you double-crossed me. You arranged that girl. Now you got both money and the diamond. Please believe me. Never again, you bastard. I will destroy you. Mind it. എന്തു പറഞ്ഞിട്ടും ആ തന്തയില്ലാത്തവൻ വിശ്വസിക്കുന്നില്ല. ആരാണവൾ? ഹലോ, ഗജരാജ്. ഞാനാണ്. മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടുപോയി എന്ന കഥ കേട്ടിട്ടുണ്ടോ മിസ്റ്റർ ഗജരാജ്? ആരാടി നീ? ഡാൻസർ, കാബറെ ഡാൻസർ ജ്യോതി. മനസ്സിലായില്ലേ? ജയന്റെ പെങ്ങൾ ജ്യോതി.
നിനക്ക് ഡയമണ്ടും നഷ്ടപ്പെട്ടു, ആ ജന്മ ശത്രുവിനെയും കിട്ടി. ഓക്കെ, വി മസ്റ്റ് മീറ്റ് അഗൈൻ. അവൾ മറ്റാരുമല്ല, ജയന്റെ പെങ്ങൾ ജ്യോതി. ജ്യോതിയോ? മദർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നല്ലവർക്കെന്നും ദുഃഖങ്ങളേ ഉള്ളൂ. പാവം ജയന്റെ അന്ത്യം. ഇനി ആ ആത്മാവിന്റെ തൃപ്തിക്ക് എന്തെങ്കിലും ചെയ്യാനേ എന്നെ കൊണ്ടാവൂ. മദർ ഇത് വാങ്ങണം. ഞാൻ വരട്ടെ മദർ. ഞാൻ പ്രാർത്ഥിക്കാം. എവിടെയടി ഡയമണ്ട്? നീ വലിയ മിടുക്കിയാണല്ലേ. എവിടെയടി ഡയമണ്ട്? എനിക്കറിയില്ല. എന്റെ ക്ഷമ പരിശോധിക്കരുത്. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഇവളെ രക്ഷിക്കാൻ ആർക്കും തോന്നിയില്ലല്ലോ. Hello. Nothing to worry. No, she's all right. Okay. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുക്കണം.
എന്താണ് സംഭവിച്ചെന്ന് പറയൂ. എനിക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ ഈ പരിക്കുകൾ? നിങ്ങൾ നഗ്നയായി റോഡിൽ എങ്ങനെ വന്നു? അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ജ്യോതി, സത്യം മറച്ചു വെക്കരുത്. ന്യായവും നീതിയും വിറ്റ് കാശാക്കുന്ന ഇയാളോട് ഞാൻ സത്യം പറയണോ? അതുകൊണ്ട് എന്ത് കാര്യം? നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. അത് മനുഷ്യരോട്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. എന്നെ ഭയപ്പെടുത്തുന്നോ? അന്ന് എന്റെ ചേട്ടനെ കൊന്നപ്പോ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞു. പക്ഷെ അന്ന് നിങ്ങൾക്ക് വേണ്ടത് സത്യത്തിന്റെ കൊറാബറേഷൻ ആയിരുന്നു. നിയമത്തിന്റെ നൂലാമാലകൾ മുതലെടുത്ത് ചേട്ടന്റെ കൊലയാളിയെ നിങ്ങൾ രക്ഷപ്പെടുത്തി. നിയമത്തിനെതിരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിയമത്തെ വളച്ചൊടിക്കാം, കൊലയ്ക്കും കൊള്ളയ്ക്കും കൂട്ടു നിൽക്കാം. അതിനൊരു മറയായി കാക്കി ഉടുപ്പും നിയമവും. മനസാക്ഷിയില്ലാത്ത ജ്യോതി, relax. Inspector, you must go now. She is very much agitated. Please. എന്നോട് ചെയ്തതിന് കണക്ക് ചോദിക്കാൻ എനിക്കറിയാം. തന്റെ അടുത്ത് എനിക്കൊരു പരാതിയില്ല. Get out from here. I say get out from here. എന്തായാലും ഒരു പെണ്ണിന്റെ കീഴിൽ പണിയെടുക്കുന്നത് നാണക്കേട്. അതും നാട് മുഴുവൻ നാറിയ ഒരുത്തയുടെ കൂടെ. ദാസൻ പറഞ്ഞത് സത്യമായിരുന്നു. അന്നേ ഗജരാജന്റെ കൂട്ടത്തിൽ ചേരാമായിരുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല. ഇനി വരാനിരിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. എന്താലോചിക്കാൻ? എവിടെയായാലും പണിയെടുക്കണം. എങ്കിലത് അഭിമാനത്തോടെ ആയിക്കൂടെ? നമുക്ക് ആ ദാസനെ പോയി കാണാം. അവൻ വേണ്ടത് പറഞ്ഞുതരും. പറഞ്ഞതെല്ലാം കേട്ടു. ഇഷ്ടമില്ലാത്തവരാരും എന്റെ കൂടെ നിൽക്കണമെന്നില്ല. പറയുന്നതിൽ വിഷമിക്കരുത്. ഈ തൊഴിലൊന്നും പെണ്ണുങ്ങൾക്ക് പറഞ്ഞതല്ല. ഇതിനിറങ്ങിയതിന്റെ അനുഭവം കിട്ടിയില്ലേ? എനിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല. ദയവും പോകേണ്ടവർക്കെല്ലാം പോകാം. വടപ്പോ. മറ്റൊന്നിനുമല്ല, ഒരാശ്വാസത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത്. അതെനിക്കറിയാം. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ സൽപ്പേര് സംരക്ഷിക്കണം. ഞാനിവിടെ വരുന്നതുകൊണ്ട് തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലം, അതും അനാഥ കുട്ടികൾ. ജ്യോതിയെപ്പോലെ ഒരാൾ ഇവിടെ വരുന്നത് അവരുടെ ഭാവിയെ ബാധിക്കും. മകളിൽ നടത്തുന്ന ഒരു സ്ത്രീ, കൂടാതെ ബലാത്കാരത്തിന് ഇരയായി റോഡിൽ കിടന്നുവെന്ന കുപ്രസിദ്ധിയും. അതും എന്റെ തെറ്റോ? അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ സഭയിലെ മറ്റംഗങ്ങൾ നീ ഇവിടെ വരുന്നതിനെതിരാണ്. ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ജ്യോതി, മറ്റെന്തും എന്നോട് പറയും മദർ, ഞാൻ സഹിക്കാം. ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്ന് മാത്രം പറയരുത്. ചെറുപ്പം മുതൽ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടത് മദറിനെയായിരുന്നു. ജ്യോതി, ഞാൻ മദറിന്റെ പരിമിതികൾ മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ക്ഷമിക്കണം. ഒരു കുഷ്ഠരോഗിയെ പോലെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. അത് നിന്റെ മാത്രം അനുഭവമല്ല. ഈ അക്രമത്തിനിരയാകുന്ന മറ്റു പെൺകുട്ടികളെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ദാ നോക്ക്. Look at this. തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത ഇവരെ നീ സംഘടിപ്പിക്കണം. ബലാത്സംഗം ചെയ്യപ്പെടുന്നവർ, സ്ത്രീധനത്തിനായി ജീവനോടെ തീ കൊളുത്തപ്പെടുന്നവർ, അങ്ങനെ ഓരോ വിധത്തിലും പീഡിപ്പിക്കപ്പെടുന്നവർ. നോക്കിയാൽ സ്ത്രീ എങ്ങും ചങ്ങലയിൽ തന്നെ. നിന്റെ നഷ്ടം അവർക്കൊരു നേട്ടമാവണം. തലപൊക്കി അഭിമാനത്തോടെ നടക്കാൻ അവർക്ക് കെൽപ്പുണ്ടാക്കണം. ജ്യോതി, നീ വിചാരിച്ചാൽ അത് നടക്കും. നിന്റെ സഹായത്തിന് ഞാൻ എന്നും ഉണ്ടാവും. ബിലീവ് മീ.